നീ മുണ്ടി പോരുത്. ലോക്കൽസ് ആയിട്ട് ബന്ധം വെച്ചാലേ ഇതൊക്കെ തന്നെയാ സംഭവിക്കാം. ആ വരണം വരണം. നിന്നെ വലിയ വീട്ടിൽ ഹൈമാവതിരാ നിങ്ങളുടെ കളി. എന്താണ് രണ്ടുപേരും ഇങ്ങനെ? ദയവ് ചെയ്ത് അവര് കാണിച്ചു കൂട്ടുന്ന കാര്യത്തിൽ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്നാ വഴക്കുണ്ടാക്കാമോ? അവര് പോയാ? എപ്പോഴാ പോയി? നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ? അത് ഞാൻ ജനിച്ചു പിന്നെ ഭയങ്കര സീനാണോന്നോ? അതം പൊട്ടി ആനേനെ പോലെയാ. പിന്നെ ചില തളയ്ക്കണെങ്കിലേ മയക്കൂടി വെക്കേണ്ടി വരും. ഹലോ വെച്ചിട്ട് പോയി. കട്ട് ചെയ്താ ഫോൺ. ആ ഈ പഴകിയ ഇറച്ചി ആര് കൊണ്ട് വെച്ചെന്നാ പറഞ്ഞ? എവിടെ കൊണ്ട് വെച്ചെന്ന്? നിങ്ങൾ ആ സ്ത്രീയെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോയേ. എങ്ങോട്ട് പോണം? എങ്ങോട്ട് പോണെന്നാ? ഇന്ത്യ വിട്ട് പോവാ, അതാ നല്ലത്. ആ ഞങ്ങൾ ഇന്ത്യ വിട്ട് പോകും. നിങ്ങളുടെ വീട്ടുകാരെ വലിയ വീടൊന്നല്ല, വലിയ വാ എന്ന് വേണം വെക്കാൻ. പെടേ ഞാനങ്ങോട്ട് കേറി വന്നോ നീ ചെവിക്കുഴി അടിച്ച് പൊടിക്കും. പീഡനോ എന്ത് വേണേലും ആയിക്കോ, ഒരു കുഴപ്പമില്ല. നീലുവാ പറയണേ. നിങ്ങൾ ആദ്യം ഇവരെ കൊണ്ട് എവിടെയെങ്കിലും ചികിത്സിക്കാൻ. ഞാൻ ആ ഫോൺ എടുത്തിട്ട് ഓടി വരാവേ. നീ വേണമെങ്കിൽ ഇവിടെ നിന്നോ, അവർക്ക് പ്രാന്താട്ടാ. ഉള്ള കാര്യം ഞാൻ പറയാം. എടുത്തോ, പക്ഷെ തോക്കരുത്. ഓ ബാലേന്ദ്രൻ തമ്പിയുടെ മക്കൾക്ക് അങ്ങനെ ആരെയും പേടിയില്ല. അരിയോല് വെച്ചത് ഞങ്ങൾ തന്നെയാ. എന്താ കുഴപ്പം? കൊണ്ട് കേസ് കൊടുക്കാൻ പറ. ഞങ്ങളെ കുറ്റമല്ല ഏറ്റുപറിച്ചെന്ന് പറ ചെയ്യുന്നത്. എന്നാലും എന്റെ പൊന്നുതയ്യാ നല്ല കാര്യമായി പോയിട്ടാ. എന്തുവാണല്ലോ ചൂസേ? അയ്യോ ഞാനൊന്നും പറയണില്ല. അച്ഛൻ വന്നെന്നെ തൂക്കുന്ന നാളെ അങ്ങനെ വരുന്നുണ്ടല്ലോ, വരാൻ പറ. തൂക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ണിക്കുട്ടാ നിനക്ക് എന്താ വേണ്ടേ? എങ്ങനെ പുറത്തിറങ്ങാനാ? പേടിച്ചിരിക്കുകയാണെന്നാ? ഇറങ്ങി വാടാ. വന്നിട്ടുണ്ടോ ഞങ്ങളിവിടെ? കാല് പിടിക്കണമെന്ന് പറഞ്ഞില്ലേ? പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഒന്നും നമ്മൾ നോക്കാറൊന്നുമില്ല. മര്യാദക്ക് വരുന്നവരെ വിളിച്ച് വീട്ടിലിരുന്ന് സംസാരിക്കും. അല്ലാത്തവരെ മര്യാദ. നിങ്ങളിങ്ങനെ അവര് പറയാനായിട്ട് ചാടല്ലേ രാംകുമാർ? ചാടിയാൽ നിങ്ങൾ തലമണ്ട ആരെങ്കിലും അടിച്ചു പൊട്ടിക്കും. കുറച്ചാ പുളിക്കും.